മിഷേൽ സ്നേഹം എന്ന് പറഞ്ഞവരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ചീത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമ്മൾ വിചാരിക്കും, ദൈവം എന്തുകൊണ്ടാണ് മോശമായിട്ടുള്ള ചിന്തകളൊക്കെ അല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നതൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇങ്ങനത്തെ മോശമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഒരു തെറ്റാണോ? പ്രത്യേകിച്ചും നമ്മൾ ഈ സ്പിരിച്വൽ ലൈഫിലൂടെ നമ്മൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ, ഈശോയുടെ സ്നേഹത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു തെറ്റാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കാനിടയായത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ റിവ്യൂ ഓൾറെഡി മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെ പോയിട്ട് കാണുക. അതിൽ നിധികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു സംഭവം എങ്ങനെയാണ്, മത്തായി ഒരുപാട് ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ മത്തായിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ചീത്ത സ്വപ്നം പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം മത്തായിക്കുണ്ട്. അങ്ങനെ മത്തായി ഒരു ദിവസം ഈശോ ഇരിക്കുന്ന സമയത്ത് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഈശോയെ, ഞാനിങ്ങനെ ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇതൊരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ആൻസർ. അതായത് ഈശോ പറയാണ്, നിൻ്റെ മനസ്സ് അല്ലെങ്കിൽ നിന്നെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ ഇങ്ങനെ അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതൊരു പക്ഷെ നീ ഉറങ്ങുമ്പോഴായിരിക്കും, അതൊരു പക്ഷെ നീ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും, അങ്ങനെ മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ പിന്നെ ഈശോ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നീ ഉറങ്ങുമ്പോൾ മാത്രമാണ് പിശാചിന് നിൻ്റെ മനസ്സിനെ കീഴടക്കാനായിട്ട് അല്ലെങ്കിൽ നിൻ്റെ എന്താ പറയുക നിൻ്റെ അടുത്ത് അവൻ്റെ തന്ത്രങ്ങൾ നടക്കുള്ളൂ. നീ ഉറങ്ങി കിടക്കുമ്പോൾ മാത്രമേ അവൻ്റെ തന്ത്രങ്ങൾ നിൻ്റെ അടുത്ത് നടക്കുള്ളൂ. അപ്പോൾ നീ അതിനെങ്ങനെ മാനേജ് ചെയ്യും? നീ രാവിലെ എഴുന്നേറ്റിട്ട് ഒരിക്കലും നീ ആ കാര്യങ്ങൾ നീ ചെയ്യുന്നില്ല, ആ തിന്മ നീ ചെയ്യുന്നില്ല. നീ നല്ല രീതിയിൽ നന്മയിൽ ജീവിക്കാൻ തന്നെയാണ് നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്തയെ, ആ ഒരു സ്വപ്നത്തിൽ വന്ന ആ ഒരു ചിന്തയെ നീ വേണ്ട എന്ന് വെച്ച് നീ എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനമാണ് പ്രിയ കുഞ്ഞെ നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ആ ചിന്ത അത് ആ ഒരു മേഖല വരെയാണ് പിശാചിന് അവൻ്റെ തന്ത്രങ്ങൾ നടക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതിരിക്കുമ്പോൾ നമ്മൾ വിജയിക്കുകയാണ് പ്രിയപ്പെട്ടവർ ചെയ്യുന്നത്. ആ ചിന്തകളെ നമ്മൾ കീഴടക്കുകയാണ് ചെയ്യുന്നത്, പിശാചിനെ നമ്മൾ കീഴടക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കരുത്, ദൈവമേ ഞാനൊരു പാപിയാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നേരെ മറിച്ച് ഈശോയിൽ ശരണപ്പെട്ട് ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പിശാചിനെതിരെ, തിന്മയ്ക്കെതിരെ പോരാട്ടം നടത്തണമെന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശോധിക്കാം നമ്മുടെ ചിന്തകൾ. ഈ ചിന്തകളാണ് പിന്നീട് പ്രവൃത്തിയിലേക്ക് വരുന്നത്. ഈ തെറ്റായുള്ള ചിന്തകളാണ് നമ്മൾ അതിനോടൊരു യെസ് പറയുമ്പോഴാണ് അതൊരു പ്രവൃത്തിയിൽ ഒരു പാപമായിട്ട് വരുന്നത്. സോ ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനോട് നോ പറയുക, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകിക്കളയണമെന്ന് പറയുക, അങ്ങനെ അതിനെ എതിർക്കുക. അങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ ഒരു ചിന്തയുടെ മേഖലയിലെ ഒരു വിശുദ്ധിയിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു.